എമ്പുരാൻ ദ ഹൈപ്പ് ഇന്ന് ടിക്കറ്റ് സെയിൽസ് തുടങ്ങിയത് മുതൽ കാണുന്നതല്ലേ എല്ലാവരും. വാട്ട് ഈസ് ഹൈപ്പ് എന്നുള്ളത് ആഫ്റ്റർ ലിയോ, ആഫ്റ്റർ പുഷ്പ, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി, ലിയോ ആണെങ്കിലും പുഷ്പയാണെങ്കിലും KGF, ബാഹുബലി, ഇതൊക്കെ വേറെ ഇൻഡസ്ട്രിയിലെ പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ ഇൻഡസ്ട്രി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആലോചിക്കുന്ന ഇന്ത്യയിലുള്ള ഓരോ സിനിമാക്കാരും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എമ്പുരാനെ കുറിച്ചിട്ടായിരിക്കും. ദ എൽ ബ്രാൻഡ്. ഈ ലാലേട്ടന് ഒരു തരം സ്വാഗ് ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ താന്ന് പോകുന്ന ആ ഒരു ഗ്രാഫിൻ്റെ സ്റ്റേജ് നമ്മളിങ്ങനെ കാണും. അതിങ്ങനെ തോന്നലല്ല, അതിങ്ങനെ പോവായിരിക്കും. ചിലപ്പോൾ ഇങ്ങനൊരു കുത്തിയടി ഉണ്ടാവും അങ്ങനെ ജയിച്ചിട്ട്. ലൈക്ക് പ്രിറ്റി ഷുവർ പൃഥ്വിരാജ്, മുരളി ഗോപി, മോഹൻലാൽ വേറെ ലീഗ്, വേറെ ഗെയിം. ലൂസിഫർ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. എമ്പുരാൻ മുരളി ഗോപിൻ്റെ വേർഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ നടുക്കഷ്ണമാണ്. വേറെ ലെവലായിരിക്കും ഇവിടെ, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് ഈ മിക്സറാണ്, ഈ ഒരു പാക്കേജാണ്. പൃഥ്വിരാജ്, മോഹൻലാൽ, മുരളി ഗോപി ആൻഡ് അവരുടെ പ്രീവിയസ് ലൂസിഫർ കമ്മിങ് ടു എമ്പുരാൻ. കംപ്ലീറ്റ്ലി ആ ഒരു പാക്കേജിൻ്റെ മുകളിലുള്ള ട്രസ്റ്റും അതിൻ്റെ ഹൈപ്പാണ് ശരിക്കും നിങ്ങൾ കണ്ടത്. ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ ഹാപ്പനിങ് ആണ്, കുറേ അപ്ഡേറ്റ്സ് കുറേ പേര് തരുന്നുണ്ട്. എനിക്കൊരു മേജർ ഡിസപ്പോയിൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്കറ്റ് സെയിൽസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് മൾട്ടിപ്ലക്സുകൾ തോന്നിയ പോലെയാണ് ക്യാഷ് ഇട്ട് കൂട്ടിയടിച്ച് ടിക്കറ്റ്സ് സെയിലാക്കുന്നത്. ഓക്കെ ഫൈൻ, എന്നാലും ടിക്കറ്റ് സെയിലായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് തിങ്. തൃശ്ശൂർ രാഗത്തിൽ 5 ദിവസം മാരത്തോൺ ഓട്ടമാണ് എമ്പുരാൻ ഓടാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് കുറേ റെക്കോർഡുകൾ തൂക്കി അടിച്ചിട്ടുണ്ട് എമ്പുരാൻ. ഓക്കെ, ബുക്ക് മൈ ഷോ ലിറ്ററലി സെർവർ വരെ അടിച്ചു പോയൊരവസ്ഥയിലാണ്. ദ എൽ ബ്രാൻഡ് അത് അടിച്ച് കളഞ്ഞിരിക്കുകയാണ്. മെയിനായിട്ട് ഈ ഒരു വീഡിയോനകത്ത് ഞാൻ വെക്കാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, രാഗം തിയേറ്റർ പുതിയതായിട്ട് പണിയൊക്കെ കഴിച്ച് ഓപ്പൺ ചെയ്ത് എമ്പുരാൻ വരികയാണ്. അതിൻ്റെ ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ ഓണർ. അങ്ങനെ കുറേ ബൈറ്റിൽ എന്തായാലും രാവിലെ മുതൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും, ഞാനതിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ കണ്ടത് ഒരു പുലിമുരുകൻ്റെ ടൈമിലോ, ഇപ്പം ഞാൻ എസ്പെഷ്യലി ലാലേട്ടൻ്റെ പഴയ സിനിമകൾക്കൊക്കെ പോയിട്ട് ഇതേപോലെ ലൈൻ നിന്ന് അടി മേടിച്ച് ഓക്കെ നിന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നുള്ള വഴിക്ക് ഇവരിപ്പോൾ ഈ ചെയ്യുമ്പോൾ നമുക്ക് അന്നത്തെ നമ്മളെയാണ് എന്നെയൊക്കെയാണ് ഞാൻ റീപ്ലേസ് ചെയ്ത് നോക്കുന്നത്. ഇതേപോലെ പോയി നിന്ന് ക്യൂ നിന്ന് നരനൊക്കെ കണ്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ആയിരുന്നു. മഞ്ചേരി തിയേറ്ററിന് മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കും, പോലീസുകാരെങ്ങനെ എല്ലാത്തോടും അങ്ങനെ പോകുന്നുണ്ടാവും. എന്താണെങ്കിലും ഇപ്പോൾ ഒരു ലാലേട്ടൻ സിനിമ വീണ്ടും നമുക്ക് ആ ഒരു സാധനം കാണിച്ചു തരികയാണ്. ഞാൻ എപ്പോഴും പറയാറ്, ഫാൻസ് എന്ന് പറഞ്ഞാൽ ഫെൻസ് അന്തമിട്ട പരിപാടികൾ കാണിക്കാറുണ്ടെന്നാണ്. ഇതിപ്പോൾ ഈ ഉന്തിനും തള്ളും ഗേറ്റ് പൊളിക്കലും പരിപാടിയൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും പരിക്കോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ കഥ വേറെയും സ്റ്റോറി വേറെയാണ്. ഇവിടെ ഫോർച്യുനേറ്റ്ലി ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, എല്ലാം നല്ല രീതിക്ക് അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുക്കാനുള്ള ഓട്ടപ്പാച്ചിലും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഓക്കെ, ഇതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് മാസീവ് ഹെയ്റ്റാണ്. പണി ദൂരമുള്ള ദൈവന്മാർക്കൊന്നും ഇങ്ങനെ പണിക്കും കൂലിക്കും പോകാത്ത കുറേ ആൾക്കാർ നാട്ടിലുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഫേസ്ബുക്കിൽ എമ്മാതിരി കച്ചറ. പണ്ട് തമിഴന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിരുന്നു, ഇപ്പം എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ചിലർ പറയുന്നത് PR വർക്കാണ്, PR ഗെയിമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാർ അവരുടെ പേഴ്സ്പെക്റ്റീവ് ഫേസ്ബുക്കിൽ ഈ വീഡിയോസിനടിയിൽ കൊണ്ടുവന്നിടുന്നുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഒരു സെലിബ്രേഷനാണ്. ഇത് എന്നും കാണുന്ന പരിപാടിയില്ലല്ലോ. ഇപ്പോൾ എല്ലാ മോഹൻലാൽ ലാലേട്ടൻ സിനിമയ്ക്കോ എല്ലാ പൃഥ്വിരാജ് സിനിമയ്ക്കോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ ഞാൻ പറയും. മനസ്സിലായോ? വരില്ല. ഇതൊരു എന്താ പറയുക, സ്പെഷ്യൽ പാക്കേജാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പെഷ്യൽ പാക്കേജിൻ്റെ ഒരു ഹൈപ്പ് എന്താണെങ്കിലും ഉണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിക്കും നല്ലതാണ്, സിനിമയ്ക്കും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്, തിയേറ്റേഴ്സിന് നല്ലതാണ്. പിന്നെ ഈ വന്ന് പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്നും ജോലിയും കൂലിയും കളഞ്ഞിട്ട് ഓടിത്തള്ളി ഗേറ്റും തള്ളി പോകുന്ന ആൾക്കാരല്ല.
ഓക്കെ, എന്നും ജോലിക്ക് പോയി, എന്നും കഷ്ടപ്പെട്ട്, എന്നും കുടുംബത്തേക്ക് പൈസ കൊണ്ടുവന്ന്, എന്നും കഷ്ടപ്പാടും പ്രാരാബ്ധമായിട്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ലൈഫിൽ ഒരു 3 മണിക്കൂർ അവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ആ ഒരു സ്പെഷ്യൽ മൊമെൻറ്റിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് വാങ്ങാനാണ് അവർ പോയി നിൽക്കുന്നത്. അവർ ഓടിപ്പോയിട്ട് അത് അവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. മനസ്സിലായില്ല? അപ്പോൾ കാലം മാറി, എല്ലാം ശരിയാണ്, ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, എല്ലാ പരിപാടീസും ഉണ്ട്. ഞാൻ പറയുന്നത് ഇത് എന്നും നടക്കുന്നൊരു പ്രക്രിയയല്ല. ഓക്കെ, ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ പ്രക്രിയകൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും വളരെ റെയറായിരിക്കും. ഓക്കെ, ഇങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനത്തെ പാറ്റേൺസ്, പണ്ടിത് ഭയങ്കര റെഗുലർ സീനായിരുന്നില്ലേ? പണ്ടിത് റെഗുലർ സീനായിരുന്നു. ലാലേട്ടൻ്റെയും മമ്മൂക്കാൻ്റെയൊക്കെ പടത്തിന് ഇത് റെഗുലർ ഐറ്റം ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഭയങ്കരമായിട്ട് മാറി. ഇതൊരു സ്പെഷ്യൽ സിനിമയാണ്, അത്രയും ഹൈപ്പുള്ളൊരു പടമാണ്. സോ ഇങ്ങനത്തെ ഒരു സീൻ കാണുന്നു ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ബിക്കോസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, കംപ്ലീറ്റ് റെഡാണ്. നിങ്ങൾ എവിടെ ഓൺലൈൻ ഷോസ് എടുത്ത് നോക്കിയാലും എമ്പുരാൻ്റെ റെഡാണ്. നല്ല കാര്യമാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക്. മലയാളം ഫിലിം ഇൻഡസ്ട്രി ആഫ്റ്റർ ആൻഡ് ബിഫോർ എമ്പുരാൻ എന്നുള്ളത് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പടം ഇറങ്ങിയിട്ട് പടം ഹിറ്റ് അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അടുത്തൊരു മെയിൻ കാര്യം പറയാനുള്ളത്, ഞാൻ ഒന്ന് കണ്ടത്, എനിക്കിത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നാളെ ചെയ്യണമെന്നുണ്ട്. ബട്ട് ഈ ഒരു കാര്യം പറയാതെ ഈ ഒരു പെർട്ടിക്കുലർ എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എൻ്റെ കോണ്ടൻറ്റ് തീരില്ല. ഓക്കെ, പൃഥ്വിരാജ് ലാലേട്ടനൊന്ന് കണ്ടിന്യൂസ്ലി 1, 2, 3 ചാനൽസിലൊക്കെ മലയാളത്തിലല്ലാത്ത അതർ ലാംഗ്വേജസിൽ കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പടം ഇത്ര സ്പെഷ്യൽ ആവുന്നത്? വൈ ദിസ് മാൻ പൃഥ്വിരാജ് ഇസ് സോ ബ്രില്യൻറ്റ്. ഓക്കെ, ആൻഡ് ഇയാൾ ഡെലിവർ ചെയ്യുന്നൊരു സാധനത്തിന് മുകളിൽ നമുക്ക് വിശ്വാസം കൂടാനുള്ള കാരണം ഇതാണ്. See, I have to tell you that when we started out with the casting of Lucifer 2, obviously you have a wish list, right? I mean, you think endlessly, especially with a film like this. So I initially had some really big names that I wanted to reach out to, and I managed to reach out to some really big names and really big actors from the American film industry, from the British film industry, from the West, from China, from the Chinese industry, all these people. And about 9 out of 10 of the people that I wanted to get in touch with actually even gave me the liberty of getting on a Zoom call with them. And to my shock, most of them seemed like they were quite keen about the idea of collaborating with an Indian film and this particular film. And then that happens and we reach a place where we think we have mutually agreed upon something, and then the agents step in, right? So then the agents do their job, and their job is to try and get as much money for the actor from every film that they do. Unfortunately, that is not something that works for us from Malayalam cinema, because I was very, very particular that I know this is the most I can spend on this film. I wanted to make sure that every little penny that I can take from that, I want to put in the making. Mohanlal sir has not taken one single rupee for the film. Yeah. Which is the reason this film has been possible, actually. Not only me, same, same with Prathi, because whatever, it can see it on the screen, the amount we spend. Some films it won't come in the screen. But definitely this film, even you watch the film, you can see the amount spent. This is not a film where we have spent 100 crores on making the film and 80 crores is remuneration. The film is made in 20 crores. It's not that. This is, all of us, all the technicians, all the actors, we've all sort of realized that we're attempting something, so we might as well try and pitch in. So, and even all the foreign actors who came on board, they understood what we were trying to do. Jerome Flynn and Andrea, and there are all these people who came on board. They've done it as a favor. But I think that അതായത് ഒരു സിനിമേൻ്റെ മേജർ സ്പെൻഡിങ് മണി, ഓക്കെ, പൈസ മുടക്കുന്നത്, ഓക്കെ, ലാലേട്ടൻ പൈസ എടുത്തിട്ടില്ല, പൃഥ്വിരാജ് പൈസ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. മേ ബി അവർക്ക് ഷെയർസ് ആയിരിക്കാം, അതിൻ്റെ ടേംസ് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പടം ഹിറ്റ് അടിക്കുമ്പോൾ ഓബിയസ്ലി അവർക്ക് അത് കിട്ടുമായിരിക്കും. ഫ്ലോപ്പ് അടിച്ചാൽ പോയി, ഓക്കെ, അത് വിട്. ഹിറ്റ് അടിച്ച് പടം സക്സസ്ഫുള്ളായിട്ട് പോകുമ്പോൾ അതിൻ്റെ ടേംസൊക്കെ അങ്ങനെ പോകും. പക്ഷേ ഇതിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാൻ. ഇപ്പോൾ പല ഇൻഡസ്ട്രിയിൽ, ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രീസിലൊക്കെ പോയി സംസാരിച്ച സമയത്ത് ഒരാളെ കൊണ്ടുവരുമ്പോൾ പൃഥ്വിരാജിന് കൃത്യമായിട്ട് അറിയാം ഇതിൽ എത്ര സ്പെൻഡ് ചെയ്യണം, അത് എവിടെ സ്പെൻഡ് ചെയ്യണം. വെറുതെ ആളുകളെ കൊണ്ടുവന്ന് നമ്പർ തയ്ക്കാൻ കുറേ മോഹങ്ങളെ കാണിച്ച് സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പടത്തിൽ സ്പെൻഡ് ചെയ്യണം, മേക്കിങ്ങിന് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഒരു 80 കോടി 20 കോടി രൂപ മുടക്കിയിട്ട്, ദിസ് ഈസ് നോട്ട് ലൈക്ക് എ ഫിലിം ലൈക്ക് അവർ പറഞ്ഞ പോലെ 80 കോടി സാലറി കൊടുക്കുക, ആൾക്കാരെ കൊണ്ടുവരിക, 20 കോടി മേക്കിങ്ങിനോ. ഇത് 80 കോടി മേക്കിങ്ങിനാണ്, മനസ്സിലായി? അപ്പം ആ മേക്കിംഗ് അതിൽ കാണും.
ലാലേട്ടൻ അവിടെ പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കാൻ കാരണം ലാലേട്ടൻ പറഞ്ഞത് ഈ ബാർ ഹൗസിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതായിരിക്കും അങ്ങേര്. ചില സിനിമകളിൽ മുടക്കിയ പൈസേൻ്റെ മുതൽ കാണൂല സ്ക്രീനിൽ എന്നുള്ളത് പറഞ്ഞിട്ട് മൂപ്പര് സെൽഫ് ട്രോൾ അടിച്ച് പൊരിഞ്ഞ ചിരി. മൂപ്പര് മനസ്സിൽ പോയതും അതായിരിക്കാം, കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കും അതായിരിക്കും തോന്നി, എനിക്കും പേഴ്സണലി അതേ തോന്നി. മുടക്കിയ കാശിൻ്റെ വകുപ്പ് സിനിമയിൽ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അങ്ങേരിക്കാൻ ഉണ്ട് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ ചിരിച്ച്, ഞാനും ചിരിച്ചു, ആൾ കേൾക്കുന്നവർ പലരും ചിരിച്ചു പോകുന്നു. പക്ഷെ ഈ സിനിമ എങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത്, അതാണ് ഒരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ്, ഒരു ഡയറക്ടറിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മേക്സ് ദിസ് മൂവി സോ സ്പെഷ്യൽ. എമ്പുരാൻ ഇതാണെങ്കിൽ ഈ ഇൻ്റർവ്യൂസൊക്കെ ഇന്ന് രാത്രി നട്ടപ്പതിലേക്ക് ഇരുന്ന് കണ്ടിട്ട് നാളെ പൊട്ടിക്കണം. കുറേ അടിപൊളി ഇൻ്റർവ്യൂസ് ഉണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത സാധനങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ.